നമ്മൾ ഇനിയൊരു കാര്യം പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അമിതമായ സ്നേഹം ഒരു അപകടകരമായ കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ, ഒന്നുകിൽ ഈ സ്നേഹം പോസിറ്റീവാകും അല്ലെങ്കിൽ നെഗറ്റീവാകും എന്ന് പറയാം. നമ്മൾ ഒരു വ്യക്തിയോട് സ്നേഹം കാണിക്കുന്നു. അതിപ്പം അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹമാകാം, അച്ഛനും അമ്മയ്ക്കും മക്കളോടുള്ള സ്നേഹമാകാം, ആര് തമ്മിലും ആയിക്കൊള്ളട്ടെ. ആദ്യം നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ എന്ന് പറയുന്ന നാം ഒരു വ്യക്തി, ആ വ്യക്തി കഴിഞ്ഞ് രണ്ടാമതൊരു വ്യക്തിയാണ് നമ്മൾ സ്നേഹിക്കുന്ന ഏതൊരാളും, അല്ലേ? നമ്മളുടെ ചിന്താഗതിയല്ല അവരുടേത്. നമ്മൾ ശരിയെന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് തെറ്റായി മാറും. ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഒന്നാമതായി, നമ്മൾ ഒരുപാട് സ്നേഹം കൊണ്ട് ചിലപ്പോൾ പറയുന്നത് ഒരുപക്ഷെ അവർക്ക് ആ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഒരു കാര്യം പറയണം, ഇന്ന സ്ഥലത്ത് പോവണ്ട എന്ന് പറയുന്നു. അപ്പോൾ ആ പറയുന്നതിന് എന്തെങ്കിലും കാരണം ഉള്ളത് കൊണ്ടായിരിക്കാം. പക്ഷെ അവർ എന്തുകൊണ്ടാണ് ഞാൻ പോയാൽ എന്താ എന്നെ വിടാത്തത്, ഉണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് മനസ്സിലിട്ട് ഓരോന്നും ആലോചിച്ച് കൂട്ടും. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പറ്റണമെന്നില്ല, ഇല്ലേ? അപ്പം നമ്മൾ എന്താണ് കരുതേണ്ടത്, അങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവാം എന്ന് കരുതുക. നമ്മളൊരാളെ ഓവറായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് നമ്മളോട് ഇഷ്ടമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു നമ്മളോട് ഇഷ്ടമില്ലാതെ പറയുന്നു എന്ന് തോന്നിയാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. സ്നേഹം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്ക് എന്ത് ചെയ്യുമെന്നറിയാമോ? ഇപ്പം ചില ഭർത്താക്കന്മാരുണ്ട്, എനിക്കറിയാവുന്ന ഒരു പ്രായമുള്ള ഒരച്ഛനും അമ്മയുണ്ട്. അതിൽ അച്ഛനാണെങ്കിൽ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. പക്ഷേ അച്ഛന് മാത്രമായിട്ട് വേണം അമ്മയുടെ സ്നേഹം കിട്ടാനെന്നുള്ള ഇതാണ്. മക്കളെ സ്നേഹിച്ചു, പക്ഷെ വേറെ ആരും വേണ്ട, വേറെ ആരോടും പോയി സംസാരിക്കാൻ പോകണ്ട, വേറെ അടുത്തുള്ള വീടുകളിലൊന്നും പോകുന്ന ഇഷ്ടമല്ല, എപ്പോഴും അമ്മയെ കണ്ടുകൊണ്ടിരിക്കണം. അതൊരു പ്രത്യേകതര സ്നേഹമാണ്. എവിടോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ കണ്ടില്ലെങ്കിൽ അപ്പം തിരക്കി ഇറങ്ങി ഇത് എവിടെ പോയി. അത്ര കെയറിങ്, അമ്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഇതാണ്. വേറെ ആരുമായിട്ടും കൂടുതൽ സഹകരിക്കാനൊന്നും അങ്ങോട്ട് പോകില്ല. ഇങ്ങോട്ട് ആരെങ്കിലും വന്നാൽ കുഴപ്പമില്ല, അങ്ങോട്ടൊന്നും ആരുടെടുത്തും പോയി സഹകരിക്കരുത്, എങ്ങും അനാവശ്യമായി പോയി സംസാരിക്കരുത്, അങ്ങനെയൊക്കെയുണ്ട്. അത് സ്നേഹത്തിൻ്റെ വേറൊരു തലമാണ്. നമ്മളാദ്യം ഒന്ന് ചിന്തിക്കുക, നമുക്കൊരാളെ സ്നേഹമുണ്ടോ, ഒരാളോട് സ്നേഹമുണ്ട് എങ്കിൽ നമ്മൾ അവരെ ആദ്യമേ കുറച്ചൊന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളുടെ സ്നേഹം എന്തെന്ന് അവരെ അറിയട്ടെ, ആ രീതിയിൽ നമ്മൾ പറയണം. കാരണം ഉള്ളിൽ വെച്ച സ്നേഹം നമുക്ക് മറ്റൊരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അത് വലിയ അപകടം തന്നെ ഉണ്ടാക്കും, തെറ്റിദ്ധാരണകളുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിച്ച് താൻ എന്തെങ്കിലും ഒന്നിന് വേണ്ട, അല്ലാതെ നോ പറയുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കാം. എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാൻ പറ്റില്ല, അതുകൊണ്ടായിരിക്കാം എന്ന് പറയാം. ഇപ്പം കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ സ്നേഹക്കൂടുതൽ കൊണ്ട് അവർ പറയുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നതും തെറ്റാണ്. സ്നേഹം അമിതമായാലും പ്രശ്നമാണ്, സ്നേഹം പുറത്ത് കാണിച്ചില്ലെങ്കിലും പ്രശ്നമാണ്, അല്ലേ? അപ്പോൾ നമ്മളതും എപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ അല്ല മറ്റൊരാൾ, നമ്മളുടെ മനസ്സല്ല അവരുടേത്, നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല അവർ ചിന്തിക്കുന്നത്. ചിലപ്പോൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകാൻ ഒരുപാട് കാലങ്ങളൊന്നും വേണ്ടി വരില്ല. ശരിയല്ലേ?